ഈ പ്രപഞ്ചത്തിൽ പല വ്യത്യസ്ത കാഴ്ചകളും നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സുകൾ, വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുടെ നിറങ്ങൾ, ഷെയ്പ്പുകൾ, അങ്ങനെ പല വസ്തുക്കളെയും നമ്മൾ അതിശയമായി കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ കണ്ണുകൊണ്ടാണ്. അപ്പോൾ കണ്ണിന് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മറ്റു ഒബ്ജക്റ്റുകളെ കാണാൻ സഹായിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് നോക്കാം, ഈ നേച്ചറിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ, അഥവാ ആകാശത്തിന് നീല കളർ കിട്ടിയത്, മേഘങ്ങളുടെ വെള്ള കളറ്, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും കിട്ടുന്ന റെഡിഷ് കളേഴ്സുകൾ, ആകാശത്തിൻ്റെ നിറം റെഡ് ആകും മാറുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട്, അല്ലെങ്കിൽ മഴവില്ലുണ്ടാകുന്നത്, ഇങ്ങനെ പല നേച്ചറിൽ നടക്കുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ ഫിനോമിനാസ്, ആ ഫിനോമിനകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കണേ, ചാപ്റ്ററിൻ്റെ പേര് തന്നെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവുമാണ്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിഫ്രാക്ഷൻ, ലൈറ്റിൻ്റെ കുറെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളിൽ വരുന്ന ഒന്നാണ് റിഫ്രാക്ഷൻ എന്നുള്ളത്, അഥവാ അപവർത്തനം. സംഭവം സിമ്പിളാണ്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അഥവാ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ സഞ്ചാര പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അല്ലെങ്കിൽ ഡിഫറൻസ്, അല്ലെങ്കിൽ വ്യത്യാസമാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ അപവർത്തനം പറയുന്നത് ഗ്ലാസ് പ്രിസാണ്. ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന റിഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കണേ, അപ്പം ഇവിടെ ഞാനൊരു പ്രിസത്തെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഗ്ലാസ് പ്രിസം. ഇതാണ് നമ്മൾ കാണുന്ന സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിസം, അഥവാ ഇതിനെ ട്രയാങ്കുലാർ പ്രിസം എന്നാണ് പറയുക. ബേസ് ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, അത് ട്രയാങ്കുലാർ പ്രിസമാണ്. ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ അത് ട്രയാങ്കുലർ ഷേപ്പ് തന്നെ ആവണമെന്നില്ല. എനി ട്രാൻസ്പാരൻറ്റ് മീഡിയം, അഥവാ ഇതിലൂടെ കടന്ന് അതിനുള്ളിലൂടെ പുറത്തേക്ക് പോരാൻ പറ്റുന്ന ഏതൊരു മീഡിയത്തിനെയും നമുക്ക് പ്രിസം എന്ന് പറയാൻ സാധിക്കും. നോക്കൂ, ഇതും ഒരു പ്രിസമാണ്. അപ്പോൾ സംശയം ഉണ്ടാകും, ഇത് ഗ്ലാസ് സ്ലാബ് അല്ലേ എന്നുള്ളത്. ശ്രദ്ധിക്കണേ, ഇത് ഗ്ലാസ് സ്ലാബായിട്ടും ആക്ട് ചെയ്യും, മാത്രമല്ല ഒരു പ്രിസമായിട്ടും മാറും. നോക്കണേ, എക്സാമ്പിൾ, ഇതിലൂടെ വരുന്ന ഒരു ലൈറ്റ് റേ ആണ്. ഈ ലൈറ്റ് റേ ഈ ഒരു സർഫസിലൂടെയാണ് വരുന്നതെങ്കിൽ നോക്കൂ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ ബേസിൻ്റെ അടുത്തേക്ക്, അഥവാ നോർമലിൻ്റെ അടുത്തേക്ക്, ഇവിടുന്ന് നോർമൽ വരച്ചു കഴിഞ്ഞാൽ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സർഫസിലേക്ക് ആ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ നോർമൽ വരക്കുന്നു. ആ ലൈറ്റ് എന്ത് ചെയ്യും? നോർമൽ നിന്ന് എവേ ആയിട്ട് ഡീവിയേറ്റ് ചെയ്യും. നോക്കൂ, ഇങ്ങനെ ഓപ്പോസിറ്റ് ഫേസിലൂടെയാണ് ലൈറ്റ് റേ കടന്ന് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്ലാബ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ത്രൂ എ സ്ലാബ്. ഇനി സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു ലൈറ്റ് റേ ഈ സർഫസിലേക്ക് വന്നു. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ സർഫസിലൂടെയാണ് ലൈറ്റ് റേ കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് പ്രിസം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഒരു സാധനം സ്ലാബായിട്ടും പ്രിസമായിട്ടും മാറും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് +2 ഫിസിക്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ സംഗതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഗ്ലാസ് സ്ലാബ്, ഇതാണ് പ്രിസം. അപ്പോൾ പ്രിസത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് മീഡിയം, എനി ട്രാൻസ്പാരൻറ്റ് മീഡിയം, അതിനൊക്കെ നമുക്ക് പ്രിസം എന്ന് പറയാം. ക്ലിയർ? വിച്ച് കൺസിസ്റ്റ് മെനി ഫേസസ്, അഥവാ കുറേ ഫേസുകളുള്ള ഏതൊരു ട്രാൻസ്പാരൻറ്റ് മീഡിയത്തിനെയും ദാറ്റ് ഈസ് നമുക്ക് പറയാം പ്രിസമാണ്. ഓക്കെ, എന്തായിരുന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനില്ല. നമുക്ക് പറയാനുള്ളത് ട്രയാങ്കുലർ പ്രിസത്തെ കുറിച്ചാണ്. നോക്കണേ, അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ പ്രിസമാണ്. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, ഈ ഏറ്റവും മുകളിൽ കാണുന്ന ആംഗിൾ ഉണ്ടല്ലോ, ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ്, അതിനെയാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. ആ പ്രിസത്തിൻ്റെ ആംഗിളാണ്. ഓക്കെ, അതിനെ എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഇത് നോക്കണേ, ഇതിൻ്റെ ഈ കാണുന്ന ഫസ്റ്റ് സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ലൈറ്റ് റേ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, ഇത് റെയർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ, നോർമൽ എന്ന് പറഞ്ഞാൽ ആ സർഫസിന്, അല്ലെങ്കിൽ ആ പ്രതലത്തിന് നേരെ പെർപെൻഡിക്കുലർ, ലംബമായിട്ട് വരക്കുന്ന ഒരു ഇമാജിനറി, സാങ്കല്പിക വരയാണ്. അപ്പോൾ നോക്കി, ഇങ്ങനെ ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ ഇനി നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണം. നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ബേസിലേക്ക് എന്നാണ്, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ബേസിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും.
ഇനി നോക്കണേ, ഈ ഒരു പോയിന്റിൽ വീണ്ടും അടുത്ത സർഫസിലേക്ക് എത്തി. അപ്പോൾ അവിടുന്ന് വീണ്ടും ഞാനൊരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ നോക്കിയേ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് എവേ ഫ്രം ദി നോർമലായിട്ട് ബെൻഡ് ചെയ്യും, നോർമലിന് എവേ ആയിട്ട് ബെൻഡ് ചെയ്യും. നോക്കൂ, ഇതിനാണ് എമർജന്റ് റേ എന്ന് പറയുന്നത്. വന്ന് വീഴുന്ന റേക്ക് ഇൻസിഡന്റ് റേ എന്നും പറയുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കണേ, വളരെ സിമ്പിളാണ്. ഒരു ലൈറ്റ് വരുന്നു, ഇത് റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. അപ്പോൾ ബേസിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നു. ഇത് റെയറിൽ നിന്ന് ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പം നോർമലിന് എവേ ആയിട്ട് പോകുന്നു. ശരിക്കും ബേസ് അല്ല, ആക്ച്വലി പറയേണ്ടത് നോർമലിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ബുക്കിൽ ബേസിനെ വെച്ച് പറഞ്ഞു, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് നോക്കണേ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറേ ആംഗിൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇൻസിഡൻറ്റ് റേനെ ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചു. ഇമാജിനറിയാണ്, സാങ്കല്പികമായതുകൊണ്ട് ഞാനിങ്ങനെ ഡോട്ടഡ് ലൈൻ വെച്ച് വരക്കുന്നു. ഇനി ഇത് എമർജന്റ് റേനെയും പുറകിലോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു എക്സ്റ്റീരിയർ, അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. സത്യം പറഞ്ഞാൽ ഇതാണ് ഈ വന്ന് വീഴുന്ന റേയും ഇവിടുന്ന് പുറത്തു പോകുന്ന റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. എത്ര ആംഗിൾ ഉണ്ടോ, ഇത് ശരിക്കും ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ ഇങ്ങനെ പോകേണ്ട റേയിൽ അതിൻ്റെ പാത്ത് മാറിയിട്ട് പുറത്തു പോയപ്പോൾ ഇങ്ങനെ പോയി, അഥവാ കുറച്ച് ആംഗിളുകൾ ചെരിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇൻസിഡന്റ് റേ എത്രത്തോളം ആംഗിൾ ചെരിഞ്ഞിട്ടാണ്, ഡീവിയേറ്റ് ചെയ്തിട്ടാണ് എമർജ് ചെയ്ത് പുറത്തു പോകുന്നത്, ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതിനെ നമ്മുടെ ബുക്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ഡെൽറ്റ ഗ്രീക്ക് ലെറ്റർ ആണ്, ഡെൽറ്റ എന്നാണ് അതിനെ വായിക്കുക. ഇനി ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ട് സൂചിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രയാങ്കുലർ പ്രിസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. നോക്കണേ, ലൈറ്റ് ഒരു ട്രയാങ്കുലർ പ്രിസത്തിലേക്ക് വന്ന് വീഴുമ്പോൾ ലൈറ്റ് എൻട്രി ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ലൈറ്റ് ഒരു ട്രയാങ്കുലർ പ്രിസത്തിലേക്ക് എൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ബഹിർഗമിക്കുമ്പോൾ അവിടെ അപവർത്തനം സംഭവിക്കുന്നു, അഥവാ റിഫ്രാക്ഷൻ നടക്കുന്നു. ആ റിഫ്രാക്ഷൻ കാരണം ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു. ക്ലിയർ? നോക്കണേ, എങ്ങോട്ടാ ബെൻഡ് ചെയ്യുന്നത്, ടുവേഴ്സ് ദി ബേസ്, അതിൻ്റെ ബേസിലേക്ക് ബെൻഡ് ചെയ്തു വരും. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്ലിയർ? ഇനി നോക്കണേ, ഈ റിഫ്രാക്ഷൻ്റെ ഒരു അപ്ലിക്കേഷൻ, ഈ റിഫ്രാക്ഷൻ നമ്മുടെ നേച്ചറിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു സാധനമാണ്, രണ്ടാമത്തെ ഫിനോമിനയാണ്, ദാറ്റ് ഈസ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശ പ്രകീർണനം. ഓക്കെ, നോക്കണേ, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതൊരു ട്രയാങ്കുലർ പ്രിസമാണ്. ഇതിലേക്കൊരു വൈറ്റ് ലൈറ്റ് വരുന്നു. ഈ ഒരു വൈറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻറ്റുകളായിട്ടുള്ള 7 നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിന, അതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, പ്രകാശ പ്രകീർണനം. ഓക്കെ, 7 കളേഴ്സ്, അഥവാ വൈറ്റ് ലൈറ്റിൽ 7 കളറുകൾ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഏതൊക്കെയാ ആ 7 കളേഴ്സുകൾ? നോക്കണം കേട്ടോ, ആ 7 കളേഴ്സുകളും ബെൻഡ് ചെയ്യും കണ്ടോ. എല്ലാ കളേഴ്സുകളും ബേസിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, നേരത്തെ പറഞ്ഞ ഡീവിയേഷൻ നോക്കൂ, ഇതാണ് ഇൻസിഡൻറ്റ്. ഇത് ശരിക്കും ഇവിടെ റിഫ്രാക്ഷൻ നടന്നിട്ടില്ല എങ്കിൽ ഇത് നേരെ എങ്ങനെ കടന്നു, ഇതുപോലെ പോകണമായിരുന്നു. പക്ഷെ ഇവിടെ ഓരോ കളേഴ്സുകളും പല ആംഗിളുകളിലാണ്, അഥവാ ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷനിലാണ് കടന്നു പോയിട്ടുള്ളത്. ഒന്ന് നോക്കി, ഇതാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറഞ്ഞ 7 കളേഴ്സുകൾ. ശ്രദ്ധിക്കണം കേട്ടോ, ഇതിൽ റെഡാണ് ഏറ്റവും മുകളിൽ ഉണ്ടാവുക, വയലറ്റ് ആണ് ഏറ്റവും താഴെ ഉണ്ടാവുക. അതിന് കാരണമുണ്ട്, വെറുതെ അല്ല. നോക്കട്ടോ, ഈ കാണുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ വയലറ്റ് കളേഴ്സുകൾക്കാണ്, എങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറവ് വരുന്നത് റെഡിഷ് കളേഴ്സുകൾക്കാണ്. മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്, ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുതൽ വയലറ്റ് കളേഴ്സുകൾക്കാണ്, പിന്നെ ഇൻഡിഗോ, പിന്നെ കുറഞ്ഞ ബ്ലൂ, ഗ്രീന്, അങ്ങനെ റെഡിനാണ് ഏറ്റവും കുറവുള്ളത്. മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് കാരണം നോക്കണേ, ഈ വിബ്ജിയോ ഈ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും ആ കളേഴ്സുകളുടെ വേവ് ലെങ്ത് കൂടുകയാണ്. ശ്രദ്ധിക്കണം, എല്ലാ കളേഴ്സുകൾക്കും ഒരേ വേവ് ലെങ്ത് അല്ല. വയലറ്റ് കളേഴ്സിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്. അത് മുകളിലേക്ക് പോകുന്തോറും വേവ് ലെങ്ത് കൂടി റെഡിഷ് കളേഴ്സുകൾക്കാണ് വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുതലുള്ളത്. വേവ് ലെങ്ത് കൂടുമ്പോൾ അവിടെ ഫ്രീക്വൻസി, ആവൃത്തി കുറയും.
നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അത് സൗണ്ട് വേവ് ആണ്, ഇത് ലൈറ്റ് വേവ് ആണ്, ഇത് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി കുറയാണ്. ആവൃത്തി ഏറ്റവും കുറവ് ആർക്കാണ്? മുകളിലേക്ക് പോകുന്തോറും ആവൃത്തി കുറയും, വേവ് ലെങ്ത് കൂടും. ക്ലിയർ? ആ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റെഡിനാണ്, അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കുറവ് റെഡിനാണ്. ഓക്കെ ആണല്ലോ? യെസ്. നോക്കണം കേട്ടോ. അപ്പം ഇനി മനസ്സിലാക്കേണ്ടത് അങ്ങനെ താഴേന്ന് മുകളിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടും, ഫ്രീക്വൻസി കുറയും. ആ ഫ്രീക്വൻസി കുറയുന്ന കാരണത്താൽ ആംഗിൾ ഓഫ് ഡീവിയേഷനും കുറയും. അപ്പോൾ ഏറ്റവും കുറവ് ഡീവിയേഷൻ റെഡിനാണ്, കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനാണ്. ഓക്കെ ആണല്ലോ? ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇത് മറന്നു പോകരുത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കൂ, ഇതാണ് ഡിസ്പേർഷൻ്റെ ഡെഫിനിഷനാണ്. അഥവാ വളരെ സിമ്പിൾ, നമുക്ക് സിമ്പിളായിട്ട് പറയാം, സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു 7 കമ്പോണൻസ്. ഒരു വൈറ്റ് ലൈറ്റിനെ അതിൻ്റെ 7 കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനക്കാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സമന്വിത പ്രകാശ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കണം കേട്ടോ. ഇതിൻ്റെ കാരണം മനസ്സിലാക്കണേ. ഈ ഡീവിയേഷനുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അപവർത്തക സൂചിക. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ കളറുകൾക്കും ഡിഫറൻ്റ് ആണ്. മനസ്സിലാക്കണേ. വയലറ്റ് കളേഴ്സിനും ഇൻഡിഗോ കളേഴ്സിനും റെഡിഷ് കളേഴ്സുകൾക്കും ഒക്കെ ഡിഫറൻ്റ് ആണ്. മനസ്സിലാക്കേണ്ട പോയിന്റ്, വയലറ്റ് കളേഴ്സുകൾക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ. ഓക്കെ, മനസ്സിലാക്കണം. അപവർത്തിക സൂചിക ഏറ്റവും കൂടുതൽ വയലറ്റ് കളേഴ്സുകൾക്കാണ്, അതും കൂടി മനസ്സിലാക്കണം. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് പോകും തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയാണ് ചെയ്യുന്നത്, അതും കൂടി കൂട്ടത്തിലാൻ പഠിച്ചാൽ മതി. താഴേന്ന് മുകളിലേക്ക് പോകും തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്ന കാരണം വേവ് ലെങ്ത് കൂടുന്നു. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. ഫ്രീക്വൻസി കുറയുമ്പോൾ ആ ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുന്നു. ക്ലിയർ? വെരി സിമ്പിൾ. ഇനി നോക്കണേ, ആംഗിൾ ഓഫ് ഡീവിയേഷനും കുറയുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നോക്കണേ, ഈ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ ഫിനോമിന ആക്ച്വലി നടക്കുന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് റെയിൻബോയിലാണ്. 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് റെയിൻബോ അഥവാ മഴവില്ല്. ശ്രദ്ധിക്കാം, റെയിൻബോയിലേക്ക് വരുന്ന സമയത്ത് ഈ റെയിൻബോ എപ്പോഴാണ് കാണാൻ മഴവില്ല്? എല്ലാ സമയത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. റെയിൻബോ കാണണമെങ്കിൽ ഒന്ന് മഴ വേണം. അതിശക്തമായ മഴയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അഥവാ ചെറിയ ഒരു ചാറ്റിൽ മഴ വേണം. രണ്ടാമത്തത്, മഴയുള്ള എല്ലാ സമയത്തും കാണാൻ കഴിയുമോ? അതുമില്ല. പിന്നെ സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം. അത് മാത്രം പോരാ, ഒരു ഒബ്സർവറും വേണം, ഒരാളെ നോക്കി നിൽക്കും വേണം, കാണണമല്ലോ, ഒരാളും വേണം. ഈ 3 സംഗതികൾ വേണം. ഇത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, സണ്ണ് എപ്പോഴും കാണുന്ന വ്യക്തിൻ്റെ പുറകിലായിരിക്കണം. ശ്രദ്ധിക്കണേ, ഞാൻ ഇപ്പോൾ സണ്ണ് നോക്കുകയാണെങ്കിൽ എനിക്ക് പുറകിലായിരിക്കും സണ്ണ് ഉണ്ടാവേണ്ടത്. റെയിൻ ഡ്രോപ്പ് നേരെ മുകളിലും ആണോ, ഇങ്ങനെ ആയിരിക്കും. എൻ്റെ മുമ്പിൽ ഒരു മഴത്തുള്ളി അഥവാ ജലകണിക, എൻ്റെ പുറകിലായിട്ട് സണ്ണ്. ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ മാത്രമേ നമുക്ക് റെയിൻബോനെ കാണാൻ സാധിക്കുകയുള്ളൂ, അഥവാ മഴവില്ല് കാണുള്ളൂ. ഒന്നുകൂടി നോക്കണേ, ഇതെങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ ജലകണികയിലേക്ക് വരുന്നു. ആ റെയിൻ ഡ്രോപ്പിലേക്ക് വരുന്ന ലൈറ്റ് നോക്കിക്കേ, അതിനുള്ളിൽ വെള്ളമാണുള്ളത്. അപ്പം ഇത് ഡെൻസറാണ്, ഇത് റെയറാണ്. ലൈറ്റ് റേ ബെൻഡ് ചെയ്യണം. പക്ഷേ ലൈറ്റ് റേ ബെൻഡിങ് മാത്രമല്ല, അവിടെ ഡിസ്പേർഷനും കൂടി നടക്കുന്നുണ്ട്. ആ ഒരു കളറ് വൈറ്റ് ലൈറ്റിനെ അതിൻ്റെ 7 കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 7 സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, 2 വരച്ചിട്ടുള്ളൂ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഓക്കെ, എക്സെട്ര. ഇത് അടുത്ത സർഫസിലേക്ക് വരുന്നു. അവിടുന്ന് ആ ലൈറ്റ് റേ വീണ്ടും റിഫ്ലക്ഷൻ നടക്കുന്നു. അവിടെ പ്രതിഫലനമാണ്, റിഫ്ലക്ഷനാണ്. ഓക്കെ, റിഫ്ലക്ട് ചെയ്തിട്ട് ഇനി സർഫസിൽ നിന്ന് ലൈറ്റ് റേ എന്ത് ചെയ്യും എന്നറിയോ? വീണ്ടും റിഫ്രാക്ഷൻ നടന്ന് നമ്മുടെ കണ്ണിലേക്ക് വരും. അപ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? ഇതിനെ 7 കളേഴ്സുകളായിട്ട് കാണുന്നത്. ഒരു വൈറ്റ് ലൈറ്റ് ഒരു റെയിൻ ഡ്രോപ്പിലേക്ക് വരുമ്പോൾ ആ 7 കളേഴ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് റെയിൻബോൻ്റെ റീസൺ. അപ്പോൾ റെയിൻബോ കാണുന്നത് മനസ്സിലായല്ലോ? ഇതിനെയാണ് പ്രൈമറി റെയിൻബോ എന്ന് പറയുന്നത്. ഇനി നോക്കണേ, രണ്ടാമത്തെ റെയിൻബോ ഉണ്ട്, സെക്കൻഡറി റെയിൻബോ.
നോക്കണേ, സെയിം കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവിടുന്ന് ലൈറ്റ്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ എന്ത് ചെയ്യുന്നു, ഈ മഴത്തുള്ളിയുടെ എൻഡിലേക്ക് വരുന്നു. ഇവിടുന്ന് ലൈറ്റ് റിഫ്രാക്ഷൻ നടക്കുന്നു, ഡിസ്പേർഷനും നടക്കുന്നു. ഇവിടുന്ന് വീണ്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക, അടുത്ത സർഫസിലേക്ക് പോകുന്നു, അവിടുന്ന് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് ആ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴും നമുക്ക് റെയിൻബോനെ കാണാൻ പറ്റും. വ്യത്യാസം മനസ്സിലാക്കണേ. ഇവിടെ റെഡ് ആയിരിക്കും മുകളിൽ, വയലറ്റ് കളർ താഴെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നേരെ തിരിച്ച് വയലറ്റ് കളേഴ്സ് മുകളിലായിരിക്കും, റെഡ് കളർ ഉള്ളിലായിരിക്കും. ഇങ്ങനെ രണ്ട് രൂപത്തിൽ റെയിൻബോനെ കാണാം. ഇതിനെയാണ് സെക്കൻഡറി റെയിൻബോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് തരത്തിൽ റെയിൻബോ ഫോം ചെയ്യാം, ഒന്ന് പ്രൈമറി, മറ്റൊന്ന് സെക്കൻഡറി. അപ്പോൾ റെയിൻബോ ഫോം ചെയ്യുമ്പോൾ, ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ്. നോക്കൂ, ഒന്ന് പ്രകീർണനം, ഡിസ്പേർഷൻ ആണ്, അഥവാ ഒരു ലൈറ്റിനെ 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം, തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരിക, അവിടെ റിഫ്ലക്ഷൻ നടന്നു. 3 റിഫ്രാക്ഷൻ, അപവർത്തനം നടക്കുന്നുണ്ട്, ഇതിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഡീവിയേറ്റ് ചെയ്ത് പോവുക. ഈ 3 കാരണങ്ങളാലാണ് നമുക്ക് റിഫ്ലക്ഷൻ അഥവാ റെയിൻബോ അഥവാ മഴവില്ല് കാണുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കണേ, മറ്റൊന്നാണ് റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ് അഥവാ വർണ്ണങ്ങളുടെ പുനർസംയോജനം. നോക്കുക, ഇത് ഐസക് ന്യൂട്ടൺ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നോക്കൂ, ഒരു പ്രിസം എടുത്തു, അതേ പ്രിസം തന്നെ ഞാൻ നേരെ തിരിച്ചെടുത്തു. ഇങ്ങനെ 2 പ്രിസം എടുത്തു, ഒരേ അളവിൽ വരുന്ന, ഒരേ സിമിലർ ആയിട്ടുള്ള 2 പ്രിസംസ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രിസത്തിലേക്ക് ഇനി ഇവിടുന്ന് ഒരു വൈറ്റ് ലൈറ്റ്, ഒരു ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്ത് ചെയ്യുന്ന അറിയോ, അത് റിഫ്രാക്ഷൻ നടക്കൂ, മാത്രമല്ല ഡിസ്പേർഷനും നടക്കും. അത് 7 കളേഴ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കണ്ടോ, ഇവിടേക്ക് വരുന്നു, അടുത്ത പ്രിസത്തിലേക്ക് ആ 7 കളേഴ്സും വരുന്നു. ഇനി സംഭവിക്കുന്ന നോക്കണേ, ശ്രദ്ധിക്കണം, അടുത്ത പ്രിസത്തിലേക്ക് വന്നിട്ട് കണ്ടോ, അത് വീണ്ടും ഒരു പോയിന്റിൽ കൂട്ടി യോജിച്ച് അതൊരു വൈറ്റ് ലൈറ്റ് ആയിട്ട് കടന്നു പോകുന്നു. ഇതാണ് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ആണോ, ഡിഫറെൻറ്റ് കളേഴ്സുകൾ ഒരു വൈറ്റ് ലൈറ്റ് ആയിട്ടും മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ 2 സാധ്യതകൾ പോസിബിൾ ആണ്. ഒരു വൈറ്റ് ലൈറ്റ് 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും സാധ്യമാണ്. പിന്നെ 7 കളേഴ്സുകൾ ഒരുമിച്ച് കൂടി ഒരു വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറാനും പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? ആ 2 പോസിബിലിറ്റികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇനി നോക്കണേ, അപ്പോൾ സൺലൈറ്റിൻ്റെ കമ്പോണൻസ്, സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന കമ്പോണൻസുകൾ, പല കമ്പോണൻസുകളുണ്ട്. ഒന്നാണ് വിസിബിൾ ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വയലറ്റ് കളർ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. അതാണ് വിബ്ജിയോർ. ഇത് മാത്രമല്ല, നോക്കൂ, വേറെ ഇൻഫ്രാറെഡ് ലൈറ്റുകളുണ്ട്. മാത്രമല്ല അൾട്രാ വയലറ്റ് റേസുകളുണ്ട്. ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റൊക്കെ ഒരുമിച്ച് കൂടിയതാണ് അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ കമ്പോണൻസുകൾ. അല്ലെങ്കിൽ 7 മാത്രമേ ഉള്ളൂ എന്നൊരിക്കലും വിചാരിക്കേണ്ട. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്നത് 7 ഉള്ളൂ. അത് വിബ്ജിയോർ എന്ന് പറഞ്ഞ 7 കളേഴ്സാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്കണേ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വൈദ്യുത കാന്തിക സ്പെക്ട്രം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇതൊന്നുമില്ല, ജസ്റ്റ് വളരെ സിമ്പിളാണ്. ഈ സണ്ണിൽ നിന്ന് വരുന്ന വേവുകൾ, തരംഗങ്ങൾ എല്ലാവരെയും നമ്മളൊരു അറേഞ്ച്മെൻറ്റിൽ വെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അവയുടെ വേവ് ലെങ്ത്, തരംഗദൈർഘ്യം കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ചോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ തന്നെ അറേഞ്ച്മെൻ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കി, ഇതാണ് നമുക്കുണ്ടാകുന്ന വേവുകൾ, റേഡിയോ വേവ്സ്. എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, റിമിലെക്സ് ജി എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. ഓക്കെ, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേസ്. നോക്കണേ, ഞാൻ ഇവയുടെ വേവ് ലെങ്ത്തുകളൊക്കെ ഒന്ന് പറയാണ്. വേവ് ലെങ്ത് റേഞ്ച് നോക്കൂ, ഗാമ റേസിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് 10⁻14 to 10⁻12 ആണ്. എക്സ്റേ റേഞ്ച് വരുന്നത് 10⁻2 to 10⁻8 ആണ്. അൾട്രാ വയലറ്റ് റേഞ്ച് വരുന്നത് ദാറ്റ് ഈസ് 10⁻8 to 4 into 10⁻7 മീറ്റർ ആണ്. നാനോമീറ്ററിൽ പറയുകയാണെങ്കിൽ 400 നാനോമീറ്റർ. ഇനി വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ മനസ്സിലാക്കണം, ഇത് പഠിച്ചിരിക്കണേ. വിസിബിൾ ലൈറ്റ്
ഏതാ റേഞ്ചാണ് വരുന്നത്? 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ റേഞ്ചാണ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാവുന്ന റേഞ്ച് ഈ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ആ 7 കളേഴ്സും കൂടെ കൂടിയാൽ വിസിബിൾ ലൈറ്റ് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ 7 കളേഴ്സ്. ഓക്കെ, ഇനി നോക്കൂ, ഇൻഫ്രാറെഡ് 700 നാനോമീറ്റർ മുതൽ 10⁻⁻4 മീറ്റർ വരെയാണ് റേഞ്ച് വരുന്നത്. മൈക്രോവേവ്സ് ആണെങ്കിൽ 10⁻⁻4 to 10⁻1, റേഡിയോ വേവ്സ് ആണെങ്കിൽ 10⁻1 to 10⁻4 മീറ്റേഴ്സ്. ഈ വേവ് ലെങ്ത് റേഞ്ച് ഒന്ന് മനസ്സിലാക്കണം. നോക്കൂ, വേവ് ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അപ്പോൾ റേഡിയോ വേവ്സിനാണ്. ഓക്കെ, വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സിനാണ്, മറന്നു പോകരുത്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് റേഡിയോ വേവ്സിന്റെ വേവ് ലെങ്ത് കൂടുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിരിക്കാം. ഈ അറേഞ്ച്മെന്റിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. കിട്ടിയല്ലോ. അപ്പോൾ സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നുകിൽ വേവ് ലെങ്ത് കൂടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, ഒരു തെറ്റുമില്ല. വേവ് ലെങ്ത് കൂടുന്ന രൂപത്തിലോ കുറയുന്ന രൂപത്തിലോ വെക്കുന്ന അറേഞ്ച്മെന്റിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെക്ട്രം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി മനസ്സിലാക്കണേ, ഈ കാണുന്ന വേവുകളൊക്കെ ഇന്ന് മനുഷ്യൻ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഗാമ റേസ്. ഗാമ റേസ് ആണ് ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് എക്സ്റേ ആണ്. നമുക്കൊരു സംശയവുമല്ല, എക്സ്റേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഇമേജ് ഓഫ് ബോൺ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എല്ലുകൾ, ആ എല്ലുകളുടെ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്റേ ആണ്. പിന്നെ ഒരു പരിധി വരെയൊക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും എക്സ്റേസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എല്ലിനൊരു പൊട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി എക്സ്റേ എടുക്കാറുണ്ട്. അതുതന്നെയാണ് എക്സ്റേൻ്റെ യൂസ്. ഓക്കെ, അത് എക്സ്റേ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് +2 ഫിസിക്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി നോക്കണേ, അടുത്തത് അൾട്രാ വയലറ്റ് റേസ് ആണ്. അൾട്രാ വയലറ്റ് റേസ് ആണ് നമ്മുടെ വാട്ടറിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ മോളിക്കുലാർ സ്ട്രക്ചർ. നിങ്ങൾ കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ മോളിക്യൂളിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജനിൽ ഒരാറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റങ്ങളുടെ സ്ട്രക്ചർ പഠിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാ വയലറ്റ് റേസുകളാണ്. അതേപോലെ ഡിറ്റക്റ്റീവ് ഇൻവിസിബിൾ റൈറ്റിങ്സ്. എടാ, നമ്മൾ ഈ പല പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, അവിടെ പേനയും പേപ്പറൊന്നും ഉണ്ടാവാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്തൊരു സമയം കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവർ പാറമേ ഒക്കെ എഴുതി വെച്ചിരുന്നു അല്ലേ. പല എന്താ പറയുക, മതഗ്രന്ഥങ്ങൾ ഒക്കെ പാറമേലിലും അതുപോലെ പശുക്കളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തോലിലൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ആ തരത്തിലുണ്ടാകുന്ന എഴുത്തുകൾ മനസ്സിലാക്കാൻ, ഇപ്പോൾ എവിടുന്നെങ്കിലും എഴുത്ത് കണ്ടാൽ ഇത് ഏത് കാലത്ത് എഴുതിയതാണ്, എന്താണ് എഴുതിയിട്ടുള്ളത്, ആ എഴുത്തുകളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാണുന്ന അൾട്രാ വയലറ്റ് റേസുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ വിസിബിൾ ലൈറ്റ്, ഒന്നുമില്ല, ലൈറ്റ് കൊണ്ട് നമുക്കുള്ള ഉപയോഗം ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ ഉപയോഗം കാണുക എന്നുള്ളത് തന്നെയാണ്. ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്കവിടെ ഫുൾ ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, മറ്റൊന്ന് ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡ് ക്യാമറാസിനെ കുറിച്ച് അറിയാം. രാത്രി കാണിക്കുന്ന ക്യാമറാസ്, പകല് പോലെ രാത്രിയിൽ കാണാൻ പറ്റുന്ന നൈറ്റ് വിഷൻ ക്യാമറകൾ. മറ്റൊന്ന് റിമോട്ട് കൺട്രോളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫ്രാറെഡ് റേസുകളാണ്. മറ്റൊന്നാണ് മൈക്രോവേവ്. പറയേണ്ട ആവശ്യമില്ല, ഓവനുകൾ, മൈക്രോവേവ് ഓവൻസുകൾ നമുക്കറിയാം. അതുപോലെ റഡാർ സംവിധാനങ്ങൾ. അത് റഡാർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വേഗതയും അതിൻ്റെ പൊസിഷനും കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റഡാർ. സാധാരണ നേവി, ആർമിയിലൊക്കെയാണ് ഉപയോഗിച്ച് കാണാറുള്ളത്. ഇന്ന് നമ്മുടെ ഇലക്ട്രിക് കാറുകളിലും റഡാർ സംവിധാനങ്ങൾ കണ്ടുവരുന്നുണ്ട്, മുമ്പിലുള്ള ഒബ്ജക്റ്റിന് പെട്ടെന്ന് ആക്സിഡൻറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരുന്നു. മറ്റൊന്നാണ് റേഡിയോ വേവ്സ്. അതിന് സാധാരണ റേഡിയോ, ടെലിവിഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കണേ, വളരെ സിമ്പിളാണ്, ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രവും അവയുടെ വേവ് ലെങ്ത്തും അവയുടെ ഉപയോഗങ്ങളും യൂസസും. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് കളേഴ്സിലേക്ക് വരാം. നമ്മുടെ ചാപ്റ്റർ തന്നെ കളേഴ്സാണ് അല്ലേ. ഒരു വൈറ്റ് ലൈറ്റ് 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണേ, കളേഴ്സുകൾ നമുക്ക് ഫസ്റ്റ് പ്രൈമറി കളേഴ്സുകളുണ്ട്. പ്രാഥമിക കളേഴ്സുകൾ, വർണ്ണങ്ങൾ, പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയും. ഓക്കെ,
പ്രാഥമിക വർണ്ണങ്ങളിൽ നോക്കണേ, അഥവാ ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കളേഴ്സുകൾ 3 ഉള്ളൂ. എല്ലാ കളേഴ്സൊന്നും നമുക്കില്ല. ആക്ച്വലി 3 കളേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ 3 കളേഴ്സാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി നോക്കണേ, ഇതിലൊരു പ്രത്യേകത, റെഡും ഗ്രീനും ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ എന്ന് പറഞ്ഞ മറ്റൊരു കളറിനെ കിട്ടുന്നു. ഗ്രീനും ബ്ലൂവിനും ഒരുമിച്ച് കഴിഞ്ഞാൽ സയൻ എന്ന് പറഞ്ഞ, എന്നാൽ ബ്ലൂ ആണോ അല്ല വയലറ്റ് ആണോ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കളറാണ് സയൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് കളർ കിട്ടുന്നു. ഇനി റെഡും ബ്ലൂ ആണോ ഒരുമിക്കുന്നതെങ്കിൽ മജന്ത കളർ കിട്ടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെ ഈ ബേസിക് അവ 3 ബേസിക് അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സുകളാണുള്ളത്. ആ പ്രൈമറി കളേഴ്സുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന കളേഴ്സ് ഉണ്ടല്ലോ, അവയാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അവർക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി കളേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഇതും പറയാം കേട്ടോ, റെഡും ഗ്രീനും ബ്ലൂവും കൂടി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് വൈറ്റും കിട്ടും. 3 ഒരുമിച്ചാൽ വൈറ്റ് കിട്ടും. റെഡും ഗ്രീനും ആണെങ്കിൽ യെല്ലോ, ഗ്രീനും ബ്ലൂ ആണെങ്കിൽ സയൻ, റെഡും ബ്ലൂ ആണെങ്കിൽ മജന്ത. ഇതാണ് നമ്മുടെ കളേഴ്സ് കിട്ടുന്നത്. ഈ കാണുന്ന കളേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അഥവാ ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയും. ക്ലിയർ? യെല്ലോ, സയൻ, മജന്ത, വൈറ്റ്. പക്ഷെ ബുക്കിൽ വൈറ്റ് എന്നും പറയുന്നില്ല, മെയിൻലി ഇത് 3 പറയുന്നത്. ഓക്കെ, ഇനി നോക്കണേ, ഇതല്ലെങ്കിൽ അപ്പോൾ കിട്ടിയല്ലോ. സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്സ് ഓഫ് 2 പ്രൈമറി, ഏതെങ്കിലും 2 പ്രൈമറി കളേഴ്സുകൾ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന കളറുകളാണ് സെക്കൻഡറി. ഇനി നോക്കണേ, ടെക്സ്റ്റിൽ ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇതാണ്. ഇതല്ലാതെ ഒരു ടേർഷറി കൂടി നമുക്കുണ്ട്, തൃതീയ വർണ്ണങ്ങൾ കൂടി ഉണ്ട്. അഥവാ പ്രൈമറിയും സെക്കൻഡറിയും പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടേർഷറി. അറിഞ്ഞിരിക്കണേ. നോക്കാട്ടോ, ജസ്റ്റ് നോക്കാം. റെഡ് യെല്ലോ ആണോ, റെഡ് പ്രൈമറി ആണ്, യെല്ലോ സെക്കൻഡറി ആണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടും. ഇനി മറ്റൊന്ന് നോക്കി, യെല്ലോ അതുപോലെ ഗ്രീന്, അപ്പം ലൈം കളറാണ് കിട്ടുന്നത്. മറ്റൊന്ന് മജന്തയും ഗ്രീനും, അപ്പോൾ നമുക്ക് ഡാർക്ക് കളർ കിട്ടുന്നു. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ റെഡും സയനും ആണെങ്കിൽ വൈറ്റ് കളറ്. ഈ കളേഴ്സുകളാണ് വൈറ്റ്, ഡാർക്ക്, ലൈം, ഓറഞ്ച്, ഇവരൊക്കെ നമുക്ക് ടെർഷറി കളേഴ്സുകളിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നോക്കുക, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സയന്, യെല്ലോ അതേപോലെ മജന്ത, ഈ 3 കളേഴ്സും പാടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹെവി ഡാർക്ക് കളറാണ്. അതാണ് മുടികളിൽ ഡൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളർ സ്പെക്ട്രം. മറന്നു വരുത്, സയൻ, യെല്ലോ, മജന്ത. ഓക്കെ, മറ്റൊന്നും കൂടി ഓർത്തിരിക്കണേ, സയൻ യെല്ലോ ഗ്രീൻ കളറാണ് തരുന്നത്, സയൻ മജന്ത ബ്ലൂ കളറാണ് തരുന്നത്. അതേപോലെ യെല്ലോയും മജന്തും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിഷ് കളേഴ്സുകളും ഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ സാധനം പഠിച്ചിരിക്കുക. പിന്നെ ഇതിൽ ഈ 2 പഠിച്ചു വെച്ചോ, റെഡും യെല്ലോയും ഓറഞ്ചാണ്, യെല്ലോ ഗ്രീനും ലൈമാണ് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് പല രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കൂ, റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും പാടെ ഒരുമിച്ച് കൂടിയാൽ യെല്ലോ കിട്ടും, ഓർമ്മയിലുണ്ടാവണം. ഗ്രീനും ബ്ലൂവും ഒരുമിച്ച് കൂടിയാൽ സയന് കിട്ടും. റെഡും ബ്ലൂവും ഒരുമിച്ച് കൂടിയാൽ മജന്ത കിട്ടും. ഇനി നോക്കണേ, ഈ പറഞ്ഞ കളേഴ്സുകളും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കളേഴ്സ്, അവ റിഫ്രാക്ഷൻ, ഡിസ്പേഴ്സണും പാടെ ഒരുമിച്ച് കൂടി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതിന് മുൻപ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് ഫിൽറ്റേഴ്സ്. നമുക്ക് പല കാലത്തുള്ള ഫിൽറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില കളർഫുൾ ആയിട്ടുള്ള മിഠായി കാണുന്ന സമയത്ത് ചുവന്ന പൊതി കാണാം, ബ്ലൂ കളർ കാണാൻ പറ്റും. അത് ഫിൽറ്റേഴ്സുകളാണ്. അപ്പോൾ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ 3 ടൈപ്പ് ഫിൽറ്റേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റെഡ്, ഗ്രീന്, ബ്ലൂ. റെഡ് ഫിൽറ്ററിലേക്ക് ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുമ്പോൾ കണ്ടോ, അത് റെഡിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും, ബാക്കി എല്ലാ കളേഴ്സിനെയും അത് ഒന്നുകിൽ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. എന്തായാലും റെഡിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ബ്ലൂ ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബ്ലൂ കളറായിരിക്കും. ഒന്നും വേണ്ട, നമ്മൾ ടോർച്ച് എടുത്ത് ആ ടോർച്ചിൻ്റെ മുകളിൽ ഒരു ചുവന്ന കളറിലൊരു പേപ്പർ ഇട്ടിട്ട് അതൊന്ന് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുവന്ന കളറേ കാണുള്ളൂ. അതിന് കാരണം ആ ഫിൽറ്റേഴ്സ്, ആ കളർ, കാരണം വൈറ്റിൽ 7 കളറും ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇൻഡിഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പക്ഷേ അത് റെഡിനെ മാത്രമേ കടത്തി വിടുള്ളൂ, ബാക്കിലിനൊക്കെ ഒഴിവായി കളയും. ഇതാണ് ഫിൽറ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ ഫിൽറ്റർ ആണെങ്കിൽ ബ്ലൂ കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും, അതുപോലെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. നോക്കുക, ഇത് സയൻ, മജന്ത, യെല്ലോ.
ഒന്ന് നോക്കണേ. ഇനി വൈറ്റ് കളറിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടത്. ഇനി വൈറ്റ് കളറിന് പകരം ഞാൻ സയൻ കളറിനെയാണ് ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. ഒരു ഫിൽറ്ററിലേക്ക് സയൻ കളറിനെയാണ് കടത്തി വിടുന്നതെങ്കിൽ നോക്കൂ, സയൻ ഏത് ഉണ്ടാകുന്നത് ബ്ലൂ കളറും ഗ്രീനും പാടെ കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ആരിനൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിലൂടെ കടത്തിവിടുക. കടത്തിവിടുന്നത് ബ്ലൂ കളറിനെയും കടത്തിവിടും, ഗ്രീൻ കളറിനെയും കടത്തിവിടും. മനസ്സിലാക്കണം. ഒരു സയൻ കളറാണ് ഫിൽറ്റർ ആണെങ്കിൽ ആ സയൻ ബ്ലൂ കളറിനെയും ഗ്രീൻ കളറിനെയും ഫിൽറ്റർ ചെയ്ത് കളയും. ഫിൽറ്റർ ചെയ്യല്ല, അതിലൂടെ കടത്തി കളയും. പക്ഷേ റെഡ് കളറിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യും. അവിടെ പിന്നെ റെഡ് ഉണ്ടാവില്ല. മനസ്സിലാക്കണേ. ഇതിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ഇനി മജന്ത കളറുള്ള ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മജന്ത റെഡിനെയും ബ്ലൂവിനെയും മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം റെഡും ബ്ലൂവും കൂടിയിട്ടാണ് മജന്ത ഉണ്ടാണത്. അപ്പോൾ അതിനെ കടത്തി വിടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് അബ്സോർബ് ചെയ്യും, അഥവാ ആഗിരണം ചെയ്യും. ഇനി യെല്ലോ കളർ ആണെങ്കിൽ റെഡും ഗ്രീനും ഒരുമിച്ച് കൂടിയിട്ട് യെല്ലോ ഉണ്ടാണ്. അപ്പോൾ അതിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈ ഒരു കോൺസെപ്റ്റും കൂടി അവിടെ മനസ്സിലാക്കണം. ഇനി നോക്കി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു A+ റേഞ്ചിലുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇതിനെ സൂചിപ്പിക്കാം. നോക്കൂ, മിക്സ്ഡ് ആണ്. ഈ പറഞ്ഞ തിയറികൾ രണ്ടും പാടെ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു പ്രിസമാണ്, ട്രയാങ്കുലർ പ്രിസം. ഈ ട്രയാങ്കുലർ പ്രിസത്തിലേക്ക് ഞാൻ വൈറ്റ് ലൈറ്റിനെയാണ് കടത്തി വിടുന്നതെങ്കിൽ അത് 7 കളേഴ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കണേ. ഒരു വൈറ്റ് ലൈറ്റിനെയാണെങ്കിൽ ഒരു പ്രിസത്തിലേക്ക് കടത്തി വിടുന്നെങ്കിൽ അതിൽ വൈറ്റ് ലൈറ്റിൽ 7 കളറുണ്ട്. ആ 7 കളറിനെ സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ ഒരു സയൻ കളറിനെയാണ് ഒരു പ്രിസത്തിലേക്ക് കടത്തി വിടുന്നതെങ്കിൽ മക്കളെ ശ്രദ്ധിക്കൂ, സയൻ കളറിൽ ആകെ 2 കളറേ ഉള്ളൂ. ആരൊക്കെയാണ്? ഓക്കെ, 2 എക്സാമ്പിൾ എടുക്കാം. ഒന്നിലേക്ക് സയനെ കടത്തി വിടുന്നു, ഒന്നിലേക്ക് യെല്ലോ. ഓക്കെ, ഇനി നോക്കി, സയൻ കളറിൽ 2 കളേഴ്സാണ് ഉള്ളത്, ബ്ലൂവും ഗ്രീനും. ക്ലിയർ? വൈറ്റ് ലൈറ്റിനെ കടത്തി വിടുമ്പോൾ വൈറ്റ് ലൈറ്റിൽ 7 കളേഴ്സ് ഉള്ളത് കൊണ്ട് 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സയനിൽ 2 ഉള്ളൂ. അപ്പോൾ അത് 2 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണേ. ബ്ലൂവും ഗ്രീനും ആയിരിക്കും. ഇനി ആരാണ് മുകളിൽ വരിക, ആരാണ് താഴെ വരിക എന്ന് മനസ്സിലാക്കണ്ടേ? നോക്കൂ, വിബ്ജിയോർ. അവ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്തോറും വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത് കൂടുന്തോറും ഡീവിയേഷൻ കുറയും. അപ്പോൾ റെഡ് കളറിനാണ് ഏറ്റവും കുറവ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലൂവും ഗ്രീനും ഉള്ളൂ. അപ്പോൾ വേവ് ലെങ്ത് കൂടുതൽ ബ്ലൂവിനാണോ ഗ്രീനാണോ? ഗ്രീനിന് വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത് കൂടുമ്പോൾ ഡീവിയേഷൻ കുറയും. ഡീവിയേഷൻ കുറയുന്ന ആളിലായിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ബ്ലൂ താഴെ ആയിരിക്കും ഉണ്ടാവുക, മുകളിൽ ഗ്രീൻ ആയിരിക്കും ഉണ്ടാവുക. സിമ്പിൾ. കിട്ടിയോ? നമ്മൾ പറഞ്ഞ പ്രിസത്തിലൂടെ ഉണ്ടാകുന്ന റിഫ്രാക്ഷനും ഡിസ്പേർഷനും പിന്നെ ഈ കളർ കോൺസെപ്റ്റ് 3 ടോപ്പിക്കുകൾ മിക്സ് ചെയ്ത ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ നോക്കൂ. യെല്ലോ കളറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു പ്രിസത്തിലേക്ക് യെല്ലോ കളറിനെയാണ് കടത്തി വിടുന്നതെങ്കിൽ യെല്ലോ കളറിൽ ആരൊക്കെ ഉണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. എടാ, റെഡും ഗ്രീനും ഒരുമിച്ച് കൂടിയിട്ടല്ലേ യെല്ലോ ഉണ്ടായത്. അപ്പോൾ ഈ യെല്ലോ കളർ 2 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ അതിൽ ആര് മുകളിൽ വരും ആര് താഴെ വരും മനസ്സിലാക്കണം. നോക്കൂ, ഇതിൽ വേവ് ലെങ്ത് കൂടുതൽ ഗ്രീനാണ് റെഡിനാണ് മനസ്സിലാക്കുക. നോക്കൂ, ഗ്രീനാണ് റെഡിനാണ്, വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പോൾ റെഡിന് ഡീവിയേഷൻ കുറയും. ഡീവിയേഷൻ കുറയുന്ന ആൾ മുകളിൽ റെഡ് ആയിരിക്കും, താഴെ ഗ്രീൻ ആയിരിക്കും. സിമ്പിൾ. കാര്യം കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? തെറ്റിക്കരുതേ, വളരെ ഈസിയാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു വൈറ്റ് ബോൾ, ഒരു വെള്ള കളറുള്ള ബോളിലേക്ക് ലൈറ്റുകൾ 2 ഡിഫറെൻറ്റ് ലൈറ്റുകൾ വന്ന് വീഴുകയാണെങ്കിൽ, എടാ 2 ഡിഫറെൻറ്റ് ലൈറ്റുകളാണ് വരുന്നതെങ്കിൽ അത് ഒന്നിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇത് ഇയാൾ കാണുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്നത് സയൻ കളറായിരിക്കും. കാരണം ബ്ലൂവും ഗ്രീനും ഒരുമിച്ച് കൂടിയ സയൻ കളറാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മറ്റൊരു സാധനം. എന്ത്? ദാറ്റ് ഈസ് റീകോമ്പിനേഷൻ. കമ്പൈൻ ചെയ്യുക. ഇനി നോക്കൂ, ഒരു വൈറ്റ് ബോളിലേക്ക് നമുക്ക് റെഡും ഗ്രീനുമാണ് വരുന്നതെങ്കിൽ ഇനി പറയൂ, അത് രണ്ടും ഒരുമിച്ച് കൂടിയിട്ട് അതൊരു യെല്ലോ കളറായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോക്കണേ, മറ്റൊരു ഫിനോമിനയാണ് സ്കാറ്ററിങ്. കാരണം സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ തട്ടിത്തെറിച്ചു പോവുക. ലൈറ്റിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സ്കാറ്ററിങ്. നോക്കുക, സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ. നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, കുറേ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഓരോ പാർട്ടിക്കിളും ഓരോ ഷേപ്പാണ്, ഇറഗുലർ ഷേപ്പാണ്. റെഗുലർ അല്ലാത്ത ഇറഗുലർ ആയിട്ടുള്ള കുറേ ഷേപ്പുകളായിരിക്കും. അപ്പം അത്തരത്തിലുള്ള പാർട്ടിക്കിളിൽ ലൈറ്റ് റേസ് തട്ടിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് റേസ് പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറും. ഈ ഫിനോമിനക്കാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണല്ലോ. ഇസ് കോൾഡ് സ്കാറ്ററിങ്. സിമ്പിൾ. അഥവാ ഇറഗുലർ ഷേപ്പുള്ള പാർട്ടിക്കിളിലേക്ക് ലൈറ്റ് റേ വന്നിട്ട് അത് പല ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറുന്ന ഫിനോമിനക്കാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാണ് കേട്ടോ, ശ്രദ്ധിക്കണേ, ഈ സ്കാറ്ററിംഗ് കാരണമാണ് ആകാശത്തിന് നീല കളർ കാണുന്നത്. മാത്രമല്ല കടലിന് നീല കളർ കാണുന്നത്. ഇത് രണ്ടിനും കാരണം ഇതാണ്. ക്ലിയർ അല്ലേ? കാരണം ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ലോ ഉണ്ട്, ഒരു നിയമമാണ്. റേലേസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയ ഒരു ലോ ആണ്. അഥവാ സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് വേവ് ലെങ്ത്. ആ വേവ് ലെങ്ത്തിൻ്റെ 4th പവറിന് വിപരീതാനുപാതത്തിലാണ് ഇൻറ്റൻസിറ്റി, സ്കാറ്ററിംഗ് ഇൻറ്റൻസിറ്റി. ആ വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്റർ ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി കുറയും. വേവ് ലെങ്ത് കുറയും തോറും സ്കാറ്റർ ചെയ്യാനുള്ള ഇൻറ്റൻസിറ്റി കൂടും. എന്തുകൊണ്ട് ആകാശത്തിന് നീല കളർ കിട്ടി ചോദിച്ചാൽ, എടാ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് അല്ലേ, ഈ വൈറ്റ് ലൈറ്റിൽ 7 കളേഴ്സും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആകാശം നീല കളറിൽ കാണുന്നു? അതിന് ഒരേ ഒരു റീസൺ നോക്കണേ, വേവ് ലെങ്ത് കുറവുള്ളത് ബ്ലൂ കളറാണ്. അതാണ് ബ്ലൂ കളറിന് വേവ് ലെങ്ത് കുറയുമ്പോൾ അതിന് സ്കാറ്റർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി കൂടുതലാണ്. അത് വളരെ പെട്ടെന്ന് എല്ലാ ചെറിയ പാർട്ടി തട്ടുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും കൊണ്ട് സ്കാറ്റർ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള കളേഴ്സ് നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമുക്ക് ബ്ലൂ കളറായിട്ട് കാണുന്നത്. സ്കാറ്ററിങ് പ്രോപ്പർട്ടി കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കണം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ കളേഴ്സിനാണ് ഏറ്റവും വേവ് ലെങ്ത് കുറവ്. അതുകൊണ്ട് നമുക്ക് ആകാശം അത്തരത്തിലുള്ള കളേഴ്സുകളുടെ ഒരു മിക്സറായിട്ട് കാണുന്നു. ഇനി ക്ലൗഡ്സ് എന്തുകൊണ്ട് വെള്ള കളറിൽ കാണുന്ന ഒരു സംശയം അപ്പോൾ വരാം. അതിന് കാരണം ക്ലൗഡ്സിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ളത് പോലെ അല്ല. ക്ലൗഡ്സിൽ കുറേ ഹെവി പാർട്ടിക്കിൾസും കുറേ വാട്ടർ മോളിക്യൂൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറേ സൈസ് കൂടുതലായതുകൊണ്ടും അവരെല്ലാതും ഒരേപോലെ എന്ത് ചെയ്യും, ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കളറായിട്ട് കാണുന്നു. ഇതാണ് അതിൻ്റെ റീസൺ ഉള്ളത്. അതിൻ്റെ ആ ഒരു പാർട്ടിക്കിളിൻ്റെ സൈസിൻ്റെ ഒക്കെ വ്യത്യാസമാണ്. ഓക്കെ, മറ്റൊന്ന് ഓർത്തിരിക്കണേ, റെഡിഷ് കളർ ഓഫ് സ്കൈ ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈസ്. എടാ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശത്തിൻ്റെ കളറ് ചുവന്ന കളറായിരിക്കും. ചുവന്ന ശോഭ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ റെഡിഷ് കളേഴ്സ്. ചുവന്നത് എന്ന് പറഞ്ഞാൽ യെല്ലോ, ഓറഞ്ച്, റെഡ്, അതിൻ്റെ ഒരു മിശ്രിതമാണ്. എടാ ഇതിന് കാരണം എന്താണെന്ന് അറിയോ? ഇതിന് കാരണം ഇത് തന്നെയാണ് സംഗതി. കാരണം ഏറ്റവും കൂടുതൽ ദൂരം ലൈറ്റിന് സഞ്ചരിക്കേണ്ട സമയം സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്ത്. എടാ അവിടെ നീ അങ്ങ് നോക്കുക സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ സൂര്യൻ അങ്ങ് അകലെ ഒരു ചക്രവാളത്തിൽ നിന്ന് ഉയർത്തി വരുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിങ്ങനെ വന്ന് 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 നമ്മുടെ തലയുടെ മുകളിലേക്ക് വരുന്ന പോലെയാണ്. ശരിക്കും സണ്ണ് മൂവ് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഭൂമി മൂവ് ചെയ്ത് നമ്മുടെ സണ്ണ് നമ്മുടെ തലയുടെ നേരെ മുകളിലേക്ക് എത്തുന്ന പോലെ ഒന്ന്. ക്ലിയർ? ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തുമാണ്. എടാ അവിടെ സണ്ണ് വരുന്ന വൈറ്റ് ലൈറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് വേവ് ലെങ്ത് കൂടുതലുള്ള കളേഴ്സുകൾക്ക് കാണാൻ കഴിയുള്ളൂ. വേവ് ലെങ്ത് കൂടുതൽ ആരാണ്? റെഡിഷ് കളേഴ്സ്, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ അതിൻ്റെ മിശ്രിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേവ് ലെങ്ത് കൂടുതലുള്ള റെഡിഷ് കളേഴ്സുകൾക്കാണ്, അതുകൊണ്ടാണ് അത് കാണുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡേഞ്ചർ സിഗ്നലൊക്കെ റെഡ് കളറാക്കുന്നത്. നമുക്ക് എവിടുത്തെ ദൂരം നോക്കിയാലും കാണാൻ പറ്റണം. ഓക്കെ, മറ്റൊന്നാണ് ടിൻഡൽ എഫക്റ്റ്. ഒന്നുമില്ല, ഈ പറഞ്ഞ സെയിം സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെള്ളം എടുക്കാൻ പോവാം. ആ വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വളരെ ടൈനി പാർട്ടിക്കിളായിട്ടൊരു മഡൊക്കെ ഞാൻ കലക്കിയെന്ന് വിചാരിക്കാം. അതിലേക്ക് ഞാൻ ലൈറ്റ് അടക്കം ടോർച്ച് അടിക്കണം. ആ സമയത്ത് എന്ത് ചെയ്യുന്നു അറിയോ, ആ ലൈറ്റ് ഇങ്ങനെ വന്ന് ആ പാർട്ടിക്കിൾ, ആ ഗ്ലാസ്സിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിൾ തട്ടിയിട്ട് പല ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്ത് പോകും. ഇതിനാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അത് ആ സൊല്യൂഷൻ മാറുന്നതനുസരിച്ച് മാറും കേട്ടോ. എല്ലാ സമയത്തും എല്ലാം അതുപോലെ ആയിക്കോളുന്നില്ല. ഇവിടെ ലൈറ്റ് സ്പ്രെഡ് ചെയ്ത് പോകും. ഇതിന് പകരം ഞാൻ എടുത്ത ഒരു ഉപ്പുവെള്ളമാണെങ്കിൽ ആ ലൈറ്റ് അതിലൂടെ തന്നെ കടന്നപ്പുറത്തേക്ക് പോകും. കാരണം അതിലെ പാർട്ടിക്കിൾസ് ആണ് മാറ്റർ, അതിന് കാരണം പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കണികകളാണ് അതിന് കാരണം. ഓക്കെ, ഇനി നോക്കണേ, നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇനി കണ്ണിലേക്കാണ്. ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായി, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില ഫിനോമിനകളാണ്. നോക്കണേ, ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ നമ്മുടെ കണ്ണിന് വളരെ പ്രത്യേകതകളുണ്ട്. കണ്ണിൽ എന്തൊക്കെ ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണിൽ എന്തൊക്കെ ഉണ്ട്? നിങ്ങൾക്ക് ബയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ണിൽ ലെൻസ് ഉണ്ട്, സീലിയറിക് മസിൽസ് ഉണ്ട്, കോർണിയ ഉണ്ട്, റെറ്റിന ഉണ്ട്,
പിന്നെ ഇവിടുന്ന് കുറേ നേഴ്സുകളുണ്ട് അല്ലേ, നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ ബ്രെയിനിലേക്ക് എത്തിക്കാൻ കുറേ നേഴ്സുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിലുള്ളത്. നമുക്കെല്ലാം ഒന്നും അറിഞ്ഞിരിക്കേണ്ട, നമുക്കതിൽ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. നോക്കൂ, ഇവിടെ ഉള്ളൊരു ഒബ്ജക്റ്റിൽ നമ്മൾ നോക്കുകയാണ്. ഇതാണ് ഒബ്ജക്റ്റ് വിചാരിക്കുക, ഒരു പോയിന്റ്, ചെറിയൊരു കുത്തടുത്തുള്ളത് ഒരു ഒബ്ജക്റ്റിൽ നോക്കുന്നു. എടാ, നമ്മളൊരു വസ്തുവിനെ എങ്ങനെ കാണുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, രാത്രിയിൽ നല്ല ഇരുട്ടുള്ള സമയത്ത് നമുക്ക് എണീറ്റ് നോക്കിയാൽ നമുക്ക് കണ്ണിലൊന്നും കാണാൻ പറ്റില്ല, ഒന്നിനും കാണാൻ പറ്റില്ല, ഫുൾ ഡാർക്ക് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ടോർച്ച് ഉണ്ട്, മൊബൈൽ ഫോൺ ആക്കി ടോർച്ച് ഓൺ ആക്കി. ടോർച്ച് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ആ വസ്തുവിനെ കാണുന്നത്? ആ ടോർച്ച് എടുത്ത് നേരെ കണ്ണൊക്കെ അടിച്ച് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, കണ്ണടിച്ചു പോകും. അത് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഏത് വസ്തുവിനെയാണ് കാണേണ്ടത്, എനിക്ക് ഇവിടെ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ കാണണം, അപ്പോൾ ആ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ അടിക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്ന ലൈറ്റ്, ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഈ പേനയാണെങ്കിൽ ആ ലൈറ്റ് പേനയിലേക്ക് വന്ന് വീഴുന്നു, അത് അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് എങ്ങോട്ട് വരണം, നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. അപ്പോഴേ എനിക്ക് ഒബ്ജക്റ്റിനെ കാണാൻ കഴിയുള്ളൂ, റൈറ്റ്? അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ, ആ ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് തന്നെ വരിക. കണ്ടോ, ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ഈ കണ്ണിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ കോർണിയ എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. കോർണിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ചെറിയ ഈ കണ്ണിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന പുറംപാളി ഉണ്ടല്ലോ, ഒരു വെള്ളം പോലെ ചെറിയൊരു തിൻ മെംബ്രെയിൻ ഉണ്ട്, അതാണ് കോർണിയ. അതിലേക്ക് വരുന്നു. അത് നമ്മുടെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഓക്കെ, ഡസ്റ്റ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടുന്ന് ലൈറ്റ് എങ്ങനെ വരുന്നു? നമ്മുടെ ഐറിസ് എന്ന് പറഞ്ഞത്, നമ്മുടെ കൃഷ്ണമണി ഉള്ളിൽ കണ്ടിട്ടുണ്ടോ, ചെറിയൊരു വട്ടത്തിൽ ചെറിയൊരു ഹോൾ ഉണ്ട്, ഒരു സ്മാൾ ഹോൾ, അതിനാണ് ഐറിസ് എന്ന് പറയാം. അതിലേക്കാണ് ലൈറ്റ് റേ വരുന്നത്. ആ ഐറിസ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സൈസ് വലുതാവും ചെറുതാവും ചെയ്യും. അപ്പോൾ നമുക്ക് എത്രത്തോളം ലൈറ്റാണ്, കുറേ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്നാലും ഒബ്ജക്റ്റിനെ കാണാൻ കഴിയില്ല. ഒരു മിനിമം എമൗണ്ട്, ഏകദേശം ഒരു ക്യാമറൻ്റെ അതേ സെറ്റിൽ തന്നെയാണ്. ക്യാമറയിൽ നമ്മൾ അതുപോലെ അപ്പർച്ചറൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ ലൈറ്റ് വേണ്ടത്, ആ എമൗണ്ട് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഐറിസിൻ്റെ പരിപാടി. ഓക്കെ കേട്ടോ, അത് എമൗണ്ട് ഓഫ് ലൈറ്റിന് എന്ത് ചെയ്യും, നമ്മുടെ ഫസ്റ്റ് ലെൻസിലേക്ക് കടത്തിവിടും. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ ലാബിലോ കാണുന്ന ലെൻസ് അല്ല, ഇതൊരു ഫ്ലൂയിഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഉള്ളിൽ കുറച്ച് ഫ്ലൂയിഡൊക്കെ ആയിട്ട് ഒരു കോൺവെക്സ് ലെൻസ് പോലെ ബിഹേവ് ചെയ്യുന്ന ലെൻസാണ്. ഈ കോൺവെക്സ് ലെൻസിലേക്ക് ലൈറ്റ് റേ വരുമ്പോൾ അതൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. നോക്കണേ, ആ ലൈറ്റ് റേസ് റെറ്റിനയിലാണ് കൺവേർജ് ചെയ്യുക. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ ഇമേജ് അവിടെ ഫോം ചെയ്തു എന്നുള്ള വിവരം നമ്മുടെ നേഴ്സ് ഉപയോഗിച്ച് ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ശ്രദ്ധിക്കണേ, ആ കിട്ടുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഒരു കോൺവെക്സ് ലെൻസിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, തലകുത്തനുള്ള ഇമേജാണ് കിട്ടുക. അത് പിന്നെ നെർവ് നമുക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ അതിനെ റെഡിയാക്കുന്നതാണ്, റിയൽ ഇമേജ് ആക്കി, വെർച്വൽ ഇമേജ് ആക്കി അതിനെ മാറ്റും. ഓക്കെ, നോക്കണേ, അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കണേ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലൈറ്റ് വരുന്നു. ഓക്കെ, ലൈറ്റ് ഫസ്റ്റ് എവിടേക്ക് വരുന്നു, കോർണിയയിലേക്ക് വന്ന് എൻട്രി ചെയ്യുന്നു. അതിനുശേഷം പ്യൂപ്പിൾ ആൻഡ് ഐറിസ്, ആ ഞാൻ പറഞ്ഞ ചെറിയ ദ്വാരം, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ലൈറ്റ് റേസ് പ്രവേശിക്കുന്നു. അതിനുശേഷം ഐ ലെൻസിലേക്ക് പോരുന്നു. ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഈ റെറ്റിനയിൽ കൺവേർജ് ചെയ്യുന്നു, അവിടെ ഇമേജ് ഫോം ചെയ്യുന്നു. ഇതാണ് ഇമേജ് ഫോർമേഷൻ. എടാ, നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ നോക്കും, അങ്ങ് ദൂരമുള്ള ഒബ്ജക്റ്റ് നോക്കുന്നുണ്ട്, അടുത്തുള്ള ഒബ്ജക്റ്റ് നോക്കുന്നുണ്ട്. നോക്കണം കേട്ടോ, ദൂരമുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മുടെ മസിൽ ഉണ്ടല്ലോ, സീലിയറിക് മസിൽസ്, ഇതാ ഈ ഐ ലെൻസിൽ കാണുന്ന സാധനമാണ് സീലിയറിക് മസിൽസ്. ആ സീലിയറിക് മസിൽസ് റിലാക്സ്ഡ് ആവും. എടാ, അത് റിലാക്സ്ഡ് ആകുമ്പോൾ നമ്മുടെ ലെൻസ് എങ്ങനെ ആവും എന്നറിയോ? എടാ, ഇത് റിലാക്സ് ആവുന്ന സമയത്ത് നമ്മുടെ ലെൻസ് ഇതാ ഇങ്ങനെ വലുതാവും, അഥവാ തിക്നെസ് കുറയുക, തിന്നാവുക എന്ന് പറയും. അഥവാ അതിൻ്റെ കർവേച്ചർ കുറയുക. എടാ നോക്കൂ, ഇതിങ്ങനെയുള്ള സാധനം ഇതിങ്ങനെ കാണുന്ന സമയത്ത് കണ്ടോ, അതിൻ്റെ കർവേച്ചർ, ആദ്യമുള്ള കർവേച്ചർ ഇങ്ങനെ ഇരുന്ന്, ആ കർവേച്ചർ, ഈ കർവ് ഭാഗം എന്ത് ചെയ്യും, ഇങ്ങനെ കുറയും. എടാ, കർവേച്ചർ കുറയുമ്പോഴുള്ള പ്രശ്നം അതിൻ്റെ റേഡിയസ് കൂടും. നോക്കാം, ഇങ്ങനത്തെ സാധനമാണെങ്കിൽ കണ്ടോ, ഇതൊരു ഫുൾ സ്ഫിയർ ആക്കുമ്പോൾ റേഡിയസ് കുറച്ചായിരിക്കും. പക്ഷെ ഇതിങ്ങനെ വലുതാക്കുമ്പോൾ ഈ നോക്കി, ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടും. മറന്നു വരുത്, ദൂരമുള്ള ഒബ്ജക്റ്റ് നോക്കുമ്പോൾ നമ്മുടെ മസിൽസ് റിലാക്സ്ഡ് ആകും. മസിൽസ് റിലാക്സ് ആകുമ്പോൾ ഐ ലെൻസ് വളരെ തിന്നാകും. അത് ഐ ലെൻസിൻ്റെ കർവേച്ചർ കുറയും. കർവേച്ചർ കുറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടും. റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുമ്പോൾ ഫോക്കൽ ലെങ്ത്തും കൂടും. കണ്ടോ, അപ്പോൾ ദൂരമുള്ള ഒബ്ജക്റ്റ് നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത്ത് കൂടും. ഇങ്ങനെ ഫോക്കൽ ലെങ്ത്തിനെ കൂടാൻ വേണ്ടിയിട്ടാണ് സീലിയറിക് മസിൽസ് സഹായിക്കുന്നത്. ഇനിയോ അടുത്തുള്ള ഒബ്ജക്റ്റിനെയാണ് നോക്കണമെങ്കിലോ, നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും. മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കർവേച്ചർ കൂടും. കർവേച്ചർ കൂടും.
കർവേച്ചർ കൂടിക്കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കുറയും. റേഡിയസ് ഓഫ് കർവേച്ചർ കുറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് കുറയും. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ കോൺസെപ്റ്റ് ഓർത്തിരിക്കണേ. ഇതാണ് ലെൻസ് ഫോർമുല. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും റെറ്റിനയിലാണ്. അപ്പോൾ വിയിൽ യാതൊരു മാറ്റമല്ല, വി കോൺസ്റ്റൻ്റാണ്. എടാ മനസ്സിലാക്കണം, വി കോൺസ്റ്റൻ്റ് ആണ്. ഇമേജ് എപ്പോഴും റെറ്റിനയിലേ ഫോം ചെയ്യാവൂ. റെറ്റിനയിൽ ഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യും, അത് വി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ യു മാറും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ ഓരോ സമയത്ത് ഓരോ ഒബ്ജക്റ്റുകളാണ് നോക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. എടാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മാറും, അപ്പോൾ ഫോക്കൽ ലെങ്ത് മാറണം. കണ്ടോ, ഇവിടെ ഫോക്കൽ ലെങ്ത് കുറയും, ഫോക്കൽ ലെങ്ത് കൂടും. ശരിയല്ലേ? അപ്പോൾ യു എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഫോക്കൽ ലെങ്ത്തും കൂടണം, എങ്കിലേ ആര് കോൺസ്റ്റൻ്റ് ആവുള്ളൂ? വി കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അങ്ങനെ വിനെ കോൺസ്റ്റൻ്റ് ആക്കി ഇമേജ് എപ്പോഴും റെറ്റിനയിൽ ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. ഇത് നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, എബിലിറ്റി ഓഫ് അക്കോമഡേഷൻ. അതിനാണ് നമുക്ക് ലീസ്റ്റ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ? അപ്പോൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബുക്ക് അങ്ങ് ദൂരെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വായിക്കാൻ കഴിയില്ല. എന്നാൽ വളരെ അടുത്ത് വെച്ചിട്ട് വായിക്കാൻ കഴിയുമോ? ഇല്ല. അതൊരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഏകദേശം പറയുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഏകദേശം 25 സെൻറ്റിമീറ്റർ അകലെ വെച്ച് വായിക്കുകയാണെങ്കിൽ ആൾക്ക് കണ്ണിനൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാതെ ഏറ്റവും കൂടുതൽ നേരം ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അത് വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, നോക്കട്ടോ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ കണ്ണിന് ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വസ്തുവിനെ കാണൂല. നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ കണ്ണിന് ബാധിക്കാവുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും. നോക്ക്, എന്താ ഇയാളെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇയാൾ ഈ മയോപ്പിക് കണ്ണ് ബാധിച്ച വ്യക്തിയാണെങ്കിൽ അടുത്തുള്ള ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് കോൺവെക്സ് ലെൻസിലേക്ക് വരും. അത് ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യും. പ്രശ്നമില്ല. അപ്പോൾ മയോപ്പിയ ബാധിച്ച ആൾക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണാൻ കഴിയും. പക്ഷേ അങ്ങ് ദൂരമുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അവിടുന്ന് പോകുന്ന ലൈറ്റ് റേസ് ഇങ്ങനെ കണ്ണിലേക്ക് വരും. കണ്ടോ, ദൂരമുള്ള ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ പാരലായിട്ട് വരക്കുക. ഓക്കെ, ഒബ്ജക്റ്റിൽ ലെൻസിലേക്ക് വരും. പക്ഷേ അവർ കൺവേർജ് ചെയ്യുന്ന എവിടെ നോക്കൂ? റെറ്റിനയുടെ ഫ്രണ്ടിലാണ്. എടാ, ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിനയാണ്. റെറ്റിനയുടെ മുൻപിൽ ഇമേജ് ഫോം ചെയ്താൽ അതിന് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മയോപ്പിക് കണ്ണ് ബാധിച്ച വ്യക്തിയുടെ പ്രശ്നം മനസ്സിലായോ? ആൾക്ക് അടുത്തുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റും, ദൂരമുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ ബാക്കിലിരുന്നിട്ട് ബോർഡിലേക്ക് നോക്കുമ്പോൾ ആ ബോർഡിൽ ലെറ്റേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം അയാൾ മയോപ്പിക് കണ്ണ് ബാധിച്ചു എന്നുള്ളതാണ്. അതൊരു ഡിഫക്റ്റാണ്, ഒരു അസുഖമായിട്ട് പറയാനൊന്നും കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, എങ്ങനെ ഓവർകം ചെയ്യണം? നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുക. നമുക്ക് ലോജിക്ക് മതി, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട. കാരണം ഈ ഇമേജ് റെറ്റിനയിൽ കിട്ടണം. റെറ്റിനയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കോൺവെക്സ് യൂസ് ചെയ്യണോ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യണോ? ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുൻപ് നോക്കി, ഈ അസുഖം ഉണ്ടാവാനുണ്ടായ റീസൺ എന്തൊക്കെ ആയിരിക്കും? ഒന്നുകിൽ കണ്ണിൻ്റെ ഷേപ്പ് ആവുക, സൈസ് കൂടുക, ഇൻക്രീസ് സൈസ് ഓഫ് ഐബോളിൻ്റെ സൈസ് കൂടുക. എന്തെങ്കിലും കാരണത്താൽ കൂടിക്കഴിഞ്ഞാൽ ഇമേജ് റെറ്റിനയുടെ ഫ്രണ്ടിലുണ്ടാവുക. ക്ലിയർ? കാരണം സീലിയറിക് മസിൽസിന് അറിയില്ലല്ലോ ഐബോളിൻ്റെ സൈസ് കൂടി എന്നുള്ളത്. അത് പണ്ട് ഇമേജ് ഫോം ചെയ്ത് അതേ ഭാഗത്ത് തന്നെ ഫോം ചെയ്യും. പക്ഷേ ഇതിൻ്റെ സൈസ് കൂടിയാൽ റെറ്റിന പുറകോട്ട് പോയി എന്നർത്ഥം. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ ഒരു കാരണം ഐലെൻസിനെ ബാധിക്കുക. ഐലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറഞ്ഞാലും നമുക്ക് ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിനയിൽ കിട്ടുക. ഇനി ആലോചിക്കൂ, എടാ ഇമേജ് ഒന്നുകൂടി പുറകിലോട്ട് നീങ്ങണമെങ്കിൽ ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? എടാ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച ലൈറ്റ് ഒന്നുകൂടി കൺവേർജ് ചെയ്ത് പിന്നെ ഫ്രണ്ടില്ല വരിക, അപ്പോൾ ഒബ്ജക്റ്റിനെ കാണില്ല. പുറകോട്ട് വരണമെങ്കിൽ അപ്പോൾ ഏത് ലെൻസ് യൂസ് ചെയ്യണം? കോൺകേവ് ലെൻസ്. മയോപ്പിക് കണ്ണ് ബാധിച്ച വ്യക്തി കോൺകേവ് ലെൻസാണ് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുള്ളത്. ഈ നോക്കി, ആ ദൂരെ വരുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇങ്ങനെ വരും. കോൺകേവ് ലൈറ്റ് ലെൻസ് എന്താ ചെയ്യുക? ഡൈവേർജ് ചെയ്യുക. ആ ഡൈവേർജ് ചെയ്ത റേസുകൾ വീണ്ടും കോൺവെക്സ് ലെൻസിലേക്ക് വരുന്നു. ആ ലൈറ്റ് റേസ് റെറ്റിനയിൽ കൺവേർജ് ചെയ്യുന്നു, റെറ്റിനയിൽ ഇമേജ് കിട്ടുന്നു. അപ്പോൾ അതിന് എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ അത് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യും. ആ പവർ വെച്ചിട്ടാണ് നമ്മൾ ആ ലെൻസ് സെലക്ട് ചെയ്യാറുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് ലോങ് സൈറ്റഡ്നെസ് അഥവാ ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദൂരമുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ കഴിയും, റെറ്റിനയിൽ ഫോം ചെയ്യും. പക്ഷേ അടുത്തുള്ള ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് കണ്ടോ ബിഹൈൻഡ് റെറ്റിനയുടെ പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുക. റെറ്റിനയുടെ പുറകിലാണെങ്കിൽ ഇമേജിനെ കാണുമോ? ആ വസ്തുവിനെ കാണാൻ കഴിയില്ല. ഇതാണ് അത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നമുള്ളത്. ഓക്കെ, അഥവാ അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കാണാൻ സാധിക്കില്ല, ദൂരമുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ സാധിക്കും.
അപ്പോൾ ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണേ, അത് ഹൈപ്പർ മെട്രോപ്പിയാണ്. നോക്കാം. ഇതിനും കാരണങ്ങൾ സിമ്പിളാണ്. ഒന്ന് എന്താണ്, ഐബോളിൻ്റെ സൈസ് കുറയാം. അപ്പോൾ ഇമേജ് പുറകിലാണ് ഉണ്ടാവുക, റെറ്റിന പുറകിലായിരിക്കും. അതല്ലെങ്കിൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുക. ഫോക്കൽ ലെങ്ത് കൂടിയാലും ബിഹൈൻഡിലായിരിക്കും ഉണ്ടാവുക. ഈ 2 കാരണങ്ങളാലാണ് ഇത് സംഭവിക്കുക. ഓക്കെ, ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു ഡിഫക്റ്റ് മാത്രമാണ്. നോക്കി, അപ്പോൾ ഇതിന് ഓവർകം ചെയ്യണമെങ്കിൽ ഇമേജ് ഒന്നുകൂടി ഫ്രണ്ടിൽ ഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുള്ളത് കോൺകേ ലെൻസ് ഉപയോഗിച്ച പ്രശ്നം എന്താ വെച്ചാൽ ആ ലൈറ്റർ പിന്നെയും പോയി ഒന്നുകൂടി പുറകെ പോയിട്ട്, അപ്പോൾ കോൺകേ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഏത് ഉപയോഗിക്കണം? കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിൽ ഉപയോഗിച്ചാൽ നോക്കൂ, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ലെൻസിലേക്ക് വരും. ഈ കോൺവെക്സ് ലെൻസ് ലൈറ്റിൻ്റെ ഒന്നുകൂടി കൺവേർട്ട് ചെയ്യും. പിന്നെ അത് പോകുന്നത് അതിൻ്റെ ലെൻസിലേക്കാണ്. അത് പിന്നെയും കൺവേർട്ട് ചെയ്ത് ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്യും. ഇത്തരത്തിൽ ആ ഒരു ഡിഫക്റ്റിനെ ഓവർകം ചെയ്യുന്നത് എത്രയാണോ ആ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള പവർ, ആ പവറിനനുസൃതമായിട്ടുണ്ടാക്കുന്ന കോൺവെക്സ് ലെൻസുകളാണ് അതിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് പ്രസ് ബയോപ്പിയ. ശ്രദ്ധിക്കണം, ഇത് ബുക്കിൽ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ അറിഞ്ഞിരിക്കുക. ഓൾഡ് ഏജ്, നമുക്ക് പ്രായമാകുമ്പോൾ ആർക്കും വരാവുന്നതാണ്. വയസ്സാകുന്ന സമയത്ത് നമ്മുടെ എഫിഷ്യൻസി കുറയും. മസിൽസിൻ്റെ ഒക്കെ എല്ലാ മസിൽസിൻ്റെയും എഫിഷ്യൻസി കുറയും. അപ്പോൾ സിലറിക് മസിൽസിൻ്റെ എഫിഷ്യൻസിയും കുറയും. അപ്പോൾ സിലറിക് മസിൽസിൻ്റെ എഫിഷ്യൻസി കുറയുന്ന കാരണം ഈ ഒരു വ്യക്തിക്കും കൃത്യമായിട്ട് വസ്തുക്കളെ കാണാൻ സാധിക്കാതെ വരും. ക്ലിയർ ആണല്ലോ? ആ സമയത്ത് ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഡിസീസാണ്. അപ്പോൾ അവർക്ക് ദൂരമുള്ള ഒബ്ജക്റ്റിനെയും കാണാൻ കഴിയില്ല, അടുത്തുള്ളവരെയും കാണാൻ കഴിയില്ല. ആ സമയത്ത് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ബൈഫോക്കൽ ലെൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു ലെൻസ് നോക്കുമ്പോൾ മുകളിൽ വേറെ ലെൻസും താഴെ വേറെ ലെൻസും കൊടുക്കാറുണ്ട്. ബൈഫോക്കൽ ലെൻസ് ആണ്. ദൂരെ നോക്കുമ്പോൾ വേറെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും, അടുത്ത് നോക്കുമ്പോൾ വേറെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഡോക്ടേഴ്സ് റെഡിയാക്കാറുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആദ്യകാലങ്ങളിലൊക്കെയാണ് ഇത്ര ലെൻസുകൾ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലേസർ ചികിത്സ ഇതിനൊക്കെ സഹായകമാണ്. അവ ലെൻസ് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുമില്ല, ആകെ 2-3 ടോപ്പിക്കുകളെ കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളൂ. ഒന്ന്, പ്രിസത്തിലൂടെ ഉണ്ടാകുന്ന റിഫ്രാക്ഷൻ. 2, റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. മറ്റൊന്ന്, ഡിസ്പേഴ്ഷൻ 7 കളേഴ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ ആ കളറിൻ്റെ കാര്യം, പ്രൈമറി കളറും സെക്കൻഡറി കളറും നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അവസാനമായിട്ട് കണ്ണിന് ബാധിക്കാവുന്ന 3 ഡിഫക്റ്റുകൾ: മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ആൻഡ് പ്രസ് ബയോപ്പിയ.